ഫ്രണ്ട്സ്, നിങ്ങൾ നോഫാപ്പ് ഫോളോ ചെയ്യുന്നതിന് മുന്നേ, അതായത് ആ ഒരു അഡിക്ഷനിലായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മേലെ ഒരു ഇൻട്രസ്റ്റോ അട്രാക്ഷനോ ആർക്കും തന്നെ ഉണ്ടായിരിക്കില്ല. എന്തിനു പറയുന്നു, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മേലെയുള്ള ഒരു അട്രാക്ഷൻ എന്നുള്ളത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ റീസൺ എന്താണെന്നാൽ, നിങ്ങളുടെ എനർജിയെല്ലാം നിങ്ങളിങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു അട്രാക്ഷൻ പവർ എന്നുള്ളത് താനെ കുറയും. ഇതുകൊണ്ട് തന്നെ ആളുകൾ നിങ്ങളെ അവോയ്ഡ് ചെയ്യും, ആരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യില്ല. എപ്പോഴും ഒരു ഒറ്റപ്പെട്ട ഫീലായിരിക്കും നിങ്ങളിൽ ഉണ്ടായിരിക്കുക. എന്നാൽ നിങ്ങളിലെ സെമൻ എന്ന എനർജിയെ വേസ്റ്റ് ചെയ്യാതെ നിങ്ങളിൽ തന്നെ റീറ്റേൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് പതിയെ മാറും. ആളുകൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളൊരു ഹൈ വാല്യൂ പേഴ്സൺ ആയിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇതെല്ലാം നോഫാപ്പ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നോഫാപ്പിൽ ഒരു അട്രാക്ഷൻ മാത്രമല്ല, വേറെയും ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കും. ഇനി അട്രാക്ഷൻ എന്നുള്ളത് വുമൺ അട്രാക്ഷൻ മാത്രമല്ല, മണി അട്രാക്ഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, ഇതെല്ലാം നിങ്ങൾക്ക് നോഫാപ്പിലൂടെ സാധ്യമാകും. മണി അട്രാക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ, പണം എന്നുള്ളത് എപ്പോഴും വളരെ ഹൈ എനർജി ലെവലിൽ നിൽക്കുന്ന ഒരു സോഴ്സാണ്. സോ ഈ ഒരു എനർജിയെ അട്രാക്റ്റ് ചെയ്യാനുള്ള ശക്തി നോഫാപ്പിനുണ്ട്. കാരണം നമ്മൾ നോഫാപ്പ് ഫോളോ ചെയ്യുമ്പോൾ നമ്മളുടെ എനർജി ലെവലും സ്വാഭാവികമായിട്ടും വർദ്ധിക്കും. സോ നിങ്ങളുടെ ആ ഒരു എനർജി ലെവൽ വർദ്ധിക്കും തോറും മണി അട്രാക്ഷൻ എന്നുള്ളത് പോസിബിൾ ആകും. ഇനി അടുത്തതാണ് ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു പക്ഷേ നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുമുണ്ടായിരിക്കും. സോ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എനർജി ലെവൽ എന്നുള്ളത് വളരെ ഹൈ ആയിരിക്കണം. എന്നാൽ മാത്രമേ അതെല്ലാം ഫാസ്റ്റായിട്ട് നടക്കുകയുള്ളൂ. ബട്ട് ഇത് പോൺ ഫാപ്പിംഗ്, ഇതിലൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളുടെ എനർജി എന്നുള്ളത് വളരെ ലോ ആയിരിക്കും. കാരണം അവരുടെ എനർജി എന്നുള്ളത് ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നഷ്ടപ്പെടുത്തി അവരിൽ ആ ഒരു പോസിറ്റീവ് എനർജി എന്നുള്ളത് ഉണ്ടായിരിക്കില്ല, ഫുൾ നെഗറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മളുടെ ബോഡിയിൽ ആ ഒരു ഹൈ എനർജി ലെവൽ ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച മണി അട്രാക്ഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, ഇതെല്ലാം ഫാസ്റ്റായി നടക്കും. അടുത്ത് നമുക്ക് വുമൺ അട്രാക്ഷനെ പറ്റി നോക്കാം. പൊതുവെ വുമൺസിന് മെൻസിൻ്റെ ആ ഒരു എനർജി ലെവല് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അഡിക്ഷനിലായിരിക്കുമ്പോൾ ഒരു ഗേളിനോട് പോയി സംസാരിക്കുമ്പോഴും, നിങ്ങൾ നോഫാപ്പ് ഒരു 50 ദിവസം ഫോളോ ചെയ്ത് ഒരു ഗേളിനോട് പോയി സംസാരിക്കുമ്പോഴും നിങ്ങളുടെ ആ ഒരു എനർജി ലെവൽ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്നുള്ളത് വളരെ പെട്ടെന്ന് അവർക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ അഡിക്ഷനിലായിരിക്കുന്ന സമയത്ത് ഒരു ഗേളിനോട് പോയി സംസാരിക്കുമ്പോൾ അവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല. എന്നാൽ നിങ്ങൾ നോഫാപ്പിലായിരിക്കുമ്പോൾ നിങ്ങൾ പോയിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ മേലെ ഒരു പ്രത്യേക താല്പര്യം അവർക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ചിലർക്ക് ഈ ഒരു നോഫാപ്പ് ഒന്നും ഫോളോ ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ അട്രാക്ഷൻ എന്നുള്ളത് വളരെ ഹൈ ആയിരിക്കും. കാരണം അവരിൽ നാച്ചുറലി ആ ഒരു എനർജി ലെവൽ എന്നുള്ളത് വളരെ ഹൈ ആയിരിക്കും. ബട്ട് ഇത് വളരെ റെയറാണ്. ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും നാച്ചുറലി വളരെ അട്രാക്റ്റീവാണ്. ബട്ട് നമ്മളിലെ ആ ഒരു മോശം ശീലങ്ങളാണ് നമ്മളുടെ ഒരു അട്രാക്ഷനെ ഇല്ലാതാക്കുന്നത്. ഫ്രണ്ട്സ്, ഈ ഒരു സെമൻ റിട്ടൻഷൻ ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. ഈ ഒരു എനർജിക്ക് പുതിയൊരു ജീവനെ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശക്തിയുണ്ട്. സോ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. സോ ഈ ഒരു എനർജിയെ നിങ്ങളുടെ ബോഡിയിൽ റീറ്റേൺ ചെയ്യുമ്പോൾ നിങ്ങൾ മെൻ്റലി ഫിസിക്കലി വളരെ പവർഫുൾ ആയിട്ട് മാറും. നിങ്ങളിലെ ആ ഒരു എനർജി വർദ്ധിക്കും തോറും നിങ്ങളുടെ അട്രാക്ഷനും വർദ്ധിക്കും. സോ നിങ്ങൾ പോൺ ഫാപ്പിംഗ് ഇതൊക്കെ നിർത്തി നോഫാപ്പ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ആൻഡ് തോട്ട് വളരെ ക്ലീൻ ആകും. സോ നിങ്ങളിലെ ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളെ അട്രാക്റ്റീവ് ആക്കി മാറ്റും. ഇനി പലർക്കും ഉള്ള ഒരു സംശയം എന്താണെന്നാൽ, ഈ ഒരു നോഫാപ്പ് 50 ദിവസമൊക്കെ ഫോളോ ചെയ്ത് പിന്നെ റിലാപ്സ് ആയാൽ അവരുടെ ആ ഒരു അട്രാക്ഷൻ പവർ നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ഒരു 50 ഡേയ്സ് നോഫാപ്പ് ഫോളോ ചെയ്ത് 1-2 പ്രാവശ്യം റിലാപ്സ് ആയാലൊന്നും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ വീണ്ടും പഴയതുപോലെ അഡിക്റ്റായിട്ട് മാറുമ്പോൾ നിങ്ങളുടെ എനർജി ലെവൽ നഷ്ടപ്പെട്ട് നിങ്ങളുടെ അട്രാക്ഷനും കുറയും. സോ ഈ ഒരു ഫാപ്പിംഗ് എന്നുള്ളത് ഒരു അഡിക്ഷനായിട്ട് മാറാതെ സൂക്ഷിക്കുക. കാരണം അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, കരിയർ, റിലേഷൻഷിപ്പ്, ഇതിനേക്ക് അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. സോ നിങ്ങൾ നോഫാപ്പ് ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിലെ ഈ 3 ഏരിയാസ് പ്രധാനമായിട്ടും ഇമ്പ്രൂവ് ആകും: മണി അട്രാക്ഷൻ, ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് വുമൺ അട്രാക്ഷൻ. നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? ക്യാഷ് വേണം. ക്യാഷ് ഇല്ലാതെ ഒന്നും സാധ്യമാകില്ല, അല്ലേ? അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആവുകയുള്ളൂ. വീണ്ടും മുന്നേറി പോകാനുള്ള ആ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി വുമൺ അട്രാക്ഷൻ.
ഇത് വുമൺ അട്രാക്ഷൻ മാത്രമല്ല, ആളുകൾക്ക് നിങ്ങളിൽ സംതിങ് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുള്ള ആ ഒരു ഫീൽ വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുകയുള്ളൂ. എല്ലാവരും നിങ്ങൾ പറയുന്ന വാക്കുകളെ വാല്യൂ ചെയ്യുള്ളൂ. ഫ്രണ്ട്സ്, ഇനി നിങ്ങളും ഇത്തരത്തിൽ അഡിക്ഷൻസ്, ഓവർ തിങ്കിങ്, ടെൻഷൻ ഇതുകൊണ്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ ഇതിനൊക്കെ ഓവർകം ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് ഇമ്പ്രൂവ് ആക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ഓവറോൾ പേഴ്സണാലിറ്റി ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു പേഴ്സണൽ മെൻ്ററുടെ സപ്പോർട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കും. സോ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ദാറ്റ്സ് ഇറ്റ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.